السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. اللهم اقضِ حاجاتنا يا قاضي الحاجات. أعوذ بكلمات الله التامات من شر ما خلق. بسم الله الرحمن الرحيم. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു അകറ്റി തരട്ടെ. അൽഹംദുലില്ലാഹ്, ധാരാളം ആളുകൾ നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ, എല്ലാവർക്കും നീ സന്തോഷം നൽകണേ. അല്ലാഹ്, ഈ മാസത്തിന്റെ പവിത്രത കൊണ്ട്, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവരുടെ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റജബ് മാസത്തിലെ നല്ല നല്ല ദിനരാത്രങ്ങളിലൂടെയാണ്, ദിവസങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. റജബ് മാസത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമ്മളെ ദിക്റുകള്, സ്വലാത്തുകള്, നോമ്പുകള് അല്ലാഹു കബൂൽ ചെയ്ത് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമായ റജബ് മാസത്തില് ധാരാളം ദിക്റുകൾ ചെല്ലണം, ധാരാളം സ്വലാത്തുകൾ ചെല്ലണം. കാരണം റജബ് എന്ന് പറയുന്നത് ശഹ്റു ദിക്ർ, ദിക്ർ ചെല്ലേണ്ട മാസമാണ്. ധാരാളം അള്ളാഹുവിനെ സ്മരിക്കേണ്ട, അള്ളാഹുവിനെ ഓർക്കേണ്ട മാസമാണ് പരിശുദ്ധമായ റജബ് മാസം എന്ന് പറയുന്നത്. ഈ മാസത്തിൽ അള്ളാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ, അള്ളാഹുവിനോട് കൂടുതൽ അടുത്തു കഴിഞ്ഞാൽ, കൂടുതൽ ദിക്ർ ചൊല്ലിയാൽ, പ്രാർത്ഥന നടത്തി കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ എല്ലാ നിഖില മേഖലകളിലും അള്ളാഹു ബറക്കത്ത് നൽകും. മക്കളിൽ ബറക്കത്ത്, ജോലിയിൽ ബറക്കത്ത്, സമ്പത്തിൽ ബറക്കത്ത്, എല്ലാ മേഖലകളിലും അള്ളാഹു ബറക്കത്ത് നൽകുമെന്നുള്ളതാണ്. ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകുന്നവരുടെ കൂട്ടത്തിൽ സാധുക്കളായ, പാപികളായ, ദോഷികളായ നമ്മയൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. ഇൻഷാ അല്ലാഹ്, നമ്മൾ ഇന്ന് ചൊല്ലേണ്ട ദിക്ർ ദുആ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ നമ്മളെ മജ്ലിസിൽ ഇരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എത്രയോ ഉമ്മമാര്, ഒരുപാട് സഹോദരിമാര്, ഒരുപാട് ഉപ്പമാര് വിളിച്ച് സന്തോഷം പറയുന്നുണ്ട്. ഉസ്താദെ, നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുമ്പോൾ മനസ്സിന് റാഹത്ത് ലഭിക്കുന്നുണ്ട്, മനസ്സിന് സമാധാനം ലഭിക്കുന്നുണ്ട്, ഞങ്ങളെ ടെൻഷനുകളൊക്കെ മാറുന്നുണ്ട് ഉസ്താദെ, പല പല അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഉസ്താദെ എന്ന് ഒരുപാട് ആളുകൾ വിളിച്ച് സന്തോഷം പറയുന്നുണ്ട്. കാരണം ഇത് നമ്മളുടെ മഹത്വമല്ല, ഇത് ഇവിടെ ദിക്ർ ചൊല്ലിത്തരുന്ന എന്റെ മഹത്വമല്ല. നമ്മൾ ഇവിടെ ചെല്ലുന്നത് അള്ളാഹുവിന്റെ ദിക്റാണ്, അള്ളാഹുവിനെ സ്മരിക്കുകയാണ്. മഹാന്മാര് പഠിപ്പിച്ച സ്വലാത്തുകളും പ്രാർത്ഥനകളും ദിക്റുകളുമാണ് ചെല്ലുന്നത്. അതിന്റെ ബറക്കത്താണ്. ആ ബറക്കത്ത് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ, നമ്മൾ ചെല്ലുന്ന ദിക്റുകൾ ചെല്ലുന്നവർക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട മുത്തുനബിയുടെ പേരിലും അജ്മീർ ഖാജ തങ്ങളുടെ പേരിലും CM വലിയുല്ലാഹി തങ്ങളുടെ പേരിലും ആദ്യം നമ്മൾ ഫാത്തിഹ തുടങ്ങുകയാണ്. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ ചെല്ലണമെന്ന് വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഫാത്തിഹ തുടങ്ങുന്നതിന് മുമ്പ് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളെ മജ്ലിസിലേക്ക് ഒരുപാട് ആളുകളെ നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങളെ കുടുംബക്കാരിലേക്കും ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ നമ്മളെ മജ്ലിസ് നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരണം, വേറെ ഒന്നും ചെയ്തു തരണ്ട. വേറൊന്നും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾ ചെയ്തു തരേണ്ടത് ഇത്ര മാത്രം: നമ്മളെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, നിങ്ങളെ കൊണ്ട് കഴിയുന്ന ആളുകളെ നമ്മളെ മജ്ലിസിലേക്ക് കൊണ്ടുവരിക. അത്ര മാത്രം. അള്ളാഹു സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ. وإلى حضرة سيدنا وحبيبنا محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير
ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. വഇലാ ഹദറത്തി ഖാജ മുഈനുദ്ദീനുൽ ജിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. വഇലാ ഹദറത്തി ഖുതുബിൽ ആലം സിയം വലിയുല്ലാഹിൽ മദവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. മഹാനായ മുത്തുനബിയുടെ ബർക്കത്ത് പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അജ്മീർ ഖാജ തങ്ങളുടെ പൊരുത്തം നൽകണേ അല്ലാ. ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി തങ്ങളെ പൊരുത്തവും മദതും നൽകി സാധുക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ഇവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഹാജത്തുകൾ നിറവേറ്റി തരണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിന് മുത്തുനബിയുടെയും അജ്മീർ ഖാജ തങ്ങളെയും CM വലിയുള്ളാഹി തങ്ങളുടെയും പൊരുത്തം നൽകണേ അല്ലാ. അവരുടെ ബർക്കത്ത് ഈ മജ്ലിസിൽ നിലനിർത്തണേ അല്ലാ. ആ മഹാന്മാരെ ബർക്കത്ത് ഞങ്ങളെ മജ്ലിസിൽ നിലനിർത്തണേ അല്ലാ. ആരൊക്കെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ടോ അവർക്കൊക്കെ മുത്തുനബിയുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ, അജ്മീർ ഖാജ തങ്ങളുടെ മക്ബറ സിയാറത്ത് ചെയ്യാൻ, മടവൂരിലേക്ക് സിയാറത്തിന് പോകാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അതിനുള്ള സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ നീ അകറ്റി കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചെല്ലാൻ പോകുന്ന ദിക്ർ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. നിങ്ങളൊക്കെ പല ആളുകളും ജീവിതത്തിൽ പതിവാക്കുന്ന ഒരു ദിക്റാണ്. ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് രോഗങ്ങൾ ശിഫയാകും. 99 രോഗത്തിന് ഇത് ശിഫയാണത്രേ, മരുന്നാണത്രേ. മഹാനായ റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. അതുപോലെ തന്നെ ദാരിദ്ര്യം എന്ന് പറയുന്ന രോഗത്തിന് ഏറ്റവും നല്ല ഔഷധമാണ് നമ്മൾ ഈ പറയാൻ പോകുന്ന ദിക്ർ. ഏതാണ് ആ ദിക്ർ? ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും ഏതാണ് ഈ ദിക്ർ എന്ന്. ഈ ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്ർ പല രൂപത്തിൽ വന്നിട്ടുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിസ്മി കൂട്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെല്ലുന്നത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അത്രമാത്രം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു തആല ഭാഗ്യം നൽകട്ടെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, 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 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്,
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് 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 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പടച്ചവനെ, ലാ ഹൗലയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങൾ നീ അകറ്റി തരണേ റഹ്മാനെ. ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ. ഒരുപാട് രോഗികളുണ്ട്, ഓപ്പറേഷൻ പറഞ്ഞ ആളുകളുണ്ട്, ഓപ്പറേഷനത്തിന് പോകാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതുപോലെ തന്നെ രോഗം കാരണം ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. കാലുവേദനയുണ്ട്, ഊരവേദനയുണ്ട്, ക്യാൻസർ ഉള്ളവർ, പ്രഷർ ഉള്ളവർ, ഷുഗർ ഉള്ളവർ എല്ലാം നീ ശിഫയാക്കണേ അല്ലാ. ആയുരാരോഗ്യം നൽകണേ റഹ്മാനെ. ലാ ഹൗലയുടെ ബറക്കത്ത് കൊണ്ട് ദാരിദ്ര്യം നൽകല്ല അല്ലാ, പട്ടിണി നൽകല്ല അല്ലാ, സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ, നൽകണേ അല്ലാ. ലാ ഹൗലയുടെ ബറക്കത്ത് കൊണ്ട് ഒരാളുടെ മുന്നിൽ കൈപോയി ഒരാളുടെ മുന്നിൽ പോയി കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ, ഒരാളുടെ മുന്നിൽ തലകുനിക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല അല്ലാ, കടം വാങ്ങേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. അതിന് ഈ മജ്ലിസ് ലാ ഹൗല ഈ മാസം കാരണമാക്കണേ അല്ലാ. ഇൻഷാ അല്ലാ, ഇനി നമ്മൾ ചെല്ലുന്നത് അസ്മാഉൽ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ്. ഈ ഇസ്മ നമ്മളെ സംരക്ഷിക്കും, എല്ലാവിധ ഷർറുകളെ തൊട്ടും എല്ലാവിധ ആഫത്തുകളെ തൊട്ടും നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ഇസ്മാണ്. ഈ ഇസ്മുമായി നമ്മൾ എപ്പോഴും ബന്ധപ്പെടണം. ഈ മജ്ലിസിൽ എന്നല്ല, നമ്മളെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും, ഒരു 33 പ്രാവശ്യമെങ്കിലും എല്ലാ ദിവസവും ചെല്ലാൻ എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ്. ഏതാണ് ഇസ്മ? യാ ഹഫീൽ. യാ ഹഫീൽ എന്ന് പറയണേ. യാ ഹഫീൽ അല്ലാഹ്, യാ ഹഫീൽ, യാ ഹഫീൽ യാ അല്ലാഹ്, 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 يا حفيظ يا الله 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 الله സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. യാ ഹഫീൽ എന്ന ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണേ അല്ലാ, കാവല് നൽകണേ അല്ലാ. സിഹിറിനെ തൊട്ട്, പൈശാചികമായ ശർറുകളെ തൊട്ട്, ശത്രുക്കളെ തൊട്ട് കാവല് നൽകണേ അല്ലാ. ഭയത്തിനെ തൊട്ട്, പേടിപ്പെടുത്തലുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ, സംരക്ഷിക്കണേ അല്ലാ. നിന്റെ അനുഗ്രഹം ചൊരിയണേ അല്ലാ. നമ്മളെ മജ്ലിസ് കാണുന്നവരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, കഴിവിന്റെ പരമാവധി 6 മണിക്ക് തന്നെ മജ്ലിസിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. അല്ലാത്ത സമയത്ത്
സമയത്തും ചെല്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്ക് ഒഴിവുള്ളത് ആ സമയത്തൊക്കെ ചെല്ല. ഏറ്റവും നല്ലത് ആ 6 മണിക്ക് പങ്കെടുക്കലാണ്. കാരണം 6 മണി ആ സമയം എന്ന് പറഞ്ഞാൽ സുബഹി നിസ്കാരം കഴിഞ്ഞ സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണം, റിസ്ക് വിശാലത ചെയ്യുന്ന, സപ്ലൈ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ആ സമയത്ത് ഇങ്ങനത്തെ ദിക്റുകളും സലാത്തുകളൊക്കെ ചെല്ലാൻ ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ്. തിരക്കുള്ള ഉമ്മമാരുണ്ടാകും, മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കണം, അതുപോലെ മദ്രസയിലേക്ക് പറഞ്ഞേക്കണം. അങ്ങനത്തെ ഉമ്മമാരൊക്കെ നിങ്ങൾ ഒഴിവ് കഴിഞ്ഞിട്ട് 10 മണിക്കാണെങ്കിൽ 10 മണിക്ക്, 4 മണിക്കാണെങ്കിൽ 4 മണിക്ക്, അതല്ല നിങ്ങൾ കാണുന്നത് 1 മണിക്കാണ്, ഉച്ചക്ക് 1 മണിക്കാണെങ്കിൽ അപ്പോഴെ കാണാം. ഏത് സമയത്താണ് നിങ്ങൾക്ക് ഒഴിവുള്ളത് ആ സമയത്ത് കാണണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്തിട്ട് കഴിവിന്റെ പരമാവധി 6 മണിക്ക് തന്നെ പങ്കെടുക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്ത് അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഉച്ചക്ക് 1 മണിക്ക് നമ്മൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, നമ്മളെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉച്ചക്ക് 1 മണിക്ക് നമ്മൾ മജ്‌ലിസിലുണ്ടാകും. അതും നിങ്ങൾ എല്ലാവരും കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്ർ. നമുക്കൊരു പ്രയാസം വരുമ്പോൾ, നമുക്കൊരു സങ്കടം വരുമ്പോൾ ഈ ദിക്ർ ചെല്ലണം. ഈ ദിക്ർ ചെല്ലാൻ മഹാന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ട് വന്നു, വല്ലാത്ത ടെൻഷൻ വന്നു, വല്ലാത്ത ബുദ്ധിമുട്ട് വന്നാൽ ഈ ദിക്റാണ് നമ്മൾ ചെല്ലേണ്ടത്. ഏതാണത്? ഹസ്ബിയല്ലാഹു വ നിഅമൽ വക്കീൽ, 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 ഹസ്ബിയല്ലാഹു വ നിഅമൽ വക്കീൽ. ഞങ്ങളെല്ലാ ബുദ്ധിമുട്ടുകളും ഈ ദിക്റിന്റെ ഈ പ്രാർത്ഥനയുടെ ബറക്കത്ത് കൊണ്ട് മാറ്റി തരണേ അല്ലാ. കഷ്ടപ്പാടുകൾ അകറ്റണേ അല്ലാ. അതിന് ഈ മജ്‌ലിസ് കാരണമാക്കണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ അള്ളാഹിന്റെ റസൂലിനോട് 3 സ്വലാത്ത് പറയാണ്. അള്ളാഹുവിന്റെ റസൂലിന് 3 സ്വലാത്തും സലാമും നമ്മൾ പറയാണ്. എല്ലാവരും ആത്മാർത്ഥയോടെ പറയാ, മദീനയിലേക്ക് എനിക്ക് എത്തണം, റസൂലുള്ളാഹിന്റെ സ്വപ്നം കാണണം, റസൂലുള്ളാഹിന്റെ പാത എനിക്ക് പിൻപറ്റണം എന്ന നിലക്ക് വളരെ ആത്മാർത്ഥതയോടെ ഈ സലാം റസൂലുള്ളാഹിനോട് നമുക്ക് മദീനയിലേക്ക് പറയാം. എല്ലാവരും ആത്മാർത്ഥതയോടെ 2 കരങ്ങൾ ഉയർത്തിയിട്ട് പറയാ, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ നബിയല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ നബിയല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ നബിയല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ നബിയല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ നബിയല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ നബിയല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്,
الصلاة والسلام عليك يا نبي الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا نبي الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا نبي الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا نبي الله അർഹമുറാഹിമീനായ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ സലാത്തും സലാമും മുത്തുനബിയുടെ റൗളയിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. മുത്തുനബിയുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. നിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് മദീനയിൽ ഒന്ന് ചെല്ലാൻ, മുത്തുനബി ഒന്ന് സ്വപ്നം കാണാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ, മുത്തുനബിയുടെ പാത പിൻപറ്റി ജീവിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ, കബൂൽ ചെയ്യണേ അല്ലാ. ഇൻഷാ അല്ലാ, ഇനി നമ്മൾക്ക് മങ്കൂസ് മൗലൂദിലെ ആദ്യത്തെ ബൈത്ത് അല്ല, അത് വലിയ ബർക്കത്താണ്. ഞങ്ങൾക്ക് ഒഴിവ് കിട്ടുമ്പോൾ ഞാൻ ചെല്ലും നമ്മളെ മജ്‌ലിസിൽ. നിങ്ങളതിൽ പങ്കെടുത്താൽ മതി. ആരും എന്നും ഒന്നെ ചെല്ലുന്നത് കരുതണ്ട. എന്നും ഒന്ന് ചെല്ലിയാലും കുഴപ്പമൊന്നുമില്ല, ഒക്കെ ദിക്കറിനില്ല. ഇപ്പം നമസ്കാരത്തിലൊന്നും ഫാത്തിയല്ലേ ഓതുന്നത്, മാറ്റാൻ പറ്റൂലല്ലോ. അപ്പം എന്നും ഒരു ദിക്കർ ചെല്ലുകയാണെങ്കിൽ അത് വലിയ നല്ലൊരു കാര്യമാണ്. അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ ഏതായാലും. അപ്പം ഈ ബൈത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. മങ്കൂസ് മൗലൂദ് തന്നെ പ്രധാനപ്പെട്ടതാണ്. മങ്കൂസ് മൗലൂദിന്റെ മാത്തക്കാർ ഞങ്ങൾ എന്നും വീട്ടിൽ 1, 3, 4 വട്ടമൊക്കെ മങ്കൂസ് മൗലൂദ് ഓതും. അത്രയും ബർക്കത്താണ് മങ്കൂസ് മൗലൂദിന്. അള്ളാഹു തആല ഭാഗ്യം നൽകട്ടെ. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم انت تطلع بيننا في الكواكب كالبدور بل واشرف منه يا سيدي خير النبي مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم انت ام ابو ما راينا فيهما مثل حسنك قط يا سيدي خير النبي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ارتكبت على الخطا غير حسن وعدد لك أشكو فيه يا سيدي خير النبي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم إننا نرجو إلى كأس حولك للعطاش يوم نشر كتابي يا سيدي خير النبي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم الشفاعة هب لنا في
القيامة مشفقا واهلنا الله يا سيدي خير النبي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم الصلاة على النبي كل وقت دائما لها نجم في السماء سيدي خير النبي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. മങ്കൂസ് മൗലൂദിലെ ആദ്യത്തെ സ്വലാത്താണ് ഞങ്ങൾ ചൊല്ലിയത്, ബൈത്താണ് ചൊല്ലിയത്. റബ്ബേ, സ്വലാത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ബൈത്തുകളാണ്. ഞങ്ങൾക്ക് മദീന കാണാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളെ സർവ്വരോഗങ്ങളും ശിഫയാക്കണേ അല്ലാ. സർവ്വ ഇടങ്ങേറുകൾ കുടുസുകൾ അകറ്റിത്തരണേ അല്ലാ. ഞങ്ങളെ മുമ്പിൽ അടക്കപ്പെട്ട വാതിലുകളൊക്കെ തുറക്കണേ അല്ലാ. ഇൻഷാ അല്ലാ ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഹംദാണ് ചെല്ലുന്നത്. ഹംദ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റതാണ്. ലൈൻ ശകർത്തും ലാസീദന്നക്കും. സമ്പത്ത് വേണോ, ധാരാളം ധാരാളം ഹംദ് ചെല്ലണം. ബർക്കത്ത് വേണോ, റജബിൽ നമ്മൾ ഒരുപാട് ബർക്കത്ത് ചെയ്യുന്നുണ്ട്. അള്ളാഹ്ക്ക് നന്ദി ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ബർക്കത്തും നമുക്ക് ഉണ്ടാകാൻ പോണില്ല. നിങ്ങൾ റജബിൽ ഇങ്ങനെ രണ്ട് കൈ ഉയർത്തിയിട്ട് കണ്ണുനീരിങ്ങനെ ഉരുകി, തലച്ചോറ് ഉരുകി കണ്ണുനീരായി പോന്നാലും നമുക്ക് ബർക്കത്ത് കിട്ടൂല, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവില്ല, ദാരിദ്ര്യം മാറൂല. അള്ളാഹുവിന് നന്ദി ചെയ്യണം. ലൈൻ ശകർത്തും ലാസീദന്നക്കും. അല്ല പറയാ, നിങ്ങൾ നന്ദി ചെയ്താൽ നിങ്ങൾക്ക് ധാരാളം നമ്മൾ നൽകുന്ന. എന്താ അൽഹംദുലില്ലാ പറഞ്ഞാല് എന്താണ്, എന്തെങ്കിലും കൊയിഞ്ഞാടുവോ, എന്തെങ്കിലും കുറവാകോ? ഇല്ല. അള്ളാഹു ചൊല്ലാല ഭാഗ്യം നൽകട്ടെ, അള്ളാഹു കാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, 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 അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുവേ, ഹംദ് ചൊല്ലിക്കഴിഞ്ഞാൽ, അൽഹംദുലില്ലാ പറഞ്ഞു കഴിഞ്ഞാൽ നീ ധാരാളം ബർക്കത്ത് നൽകുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. സാധുക്കളായ ഞങ്ങൾ 33 പ്രാവശ്യം അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് നീ റാഹത്ത് നൽകണം അല്ലാ. കടങ്ങൾ വിട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ. കടക്കാരാക്കല്ല അല്ലാ. ഞങ്ങളെ മുമ്പിൽ അടക്കപ്പെട്ട ഖൈറിന്റെ കവാടങ്ങളൊക്കെ തുറന്നു നൽകണേ റഹ്മാനെ, റാഹത്ത് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് ഒരു പ്രാർത്ഥനയാണ്. ഒരുപാട് ഉമ്മമാര്, ഒരുപാട് സഹോദരിമാര് പറയുന്നു, ഉസ്താദെ ഞങ്ങൾ മുമ്പൊക്കെ നല്ല നിസ്കരിച്ചിരുന്നു, ഖത്തമൊക്കെ റജബിൽ തന്നെ ഖത്തം തീർത്തിരുന്നു, ഇപ്പൊ നിസ്കരിക്കാൻ തോന്നുന്നില്ല, ദിക്ർ ചെല്ലാൻ തോന്നുന്നില്ല, സ്വലാത്ത് ചെല്ലാൻ തോന്നുന്നില്ല, ഖുർആൻ ഓതാൻ തോന്നുന്നില്ല, നിസ്കരിക്കാൻ തോന്നുന്നില്ല, അതിന് വല്ല പ്രതിവിധി ഉണ്ടോന്ന്. ഇൻഷാ അല്ലാ അള്ളാഹുവിലേക്ക് അടുക്കാൻ, ആരാധന ചെയ്യാൻ മനസ്സ് വരാൻ, നിസ്കരിക്കാനുള്ള മനസ്സ് വരാൻ നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇത് നമ്മൾ നിസ്കാര ശേഷമൊക്കെ ദുആ ചെയ്യുമ്പോൾ എപ്പോഴൊക്കെ നമ്മൾ ദ്വാരക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ പ്രാർത്ഥന ഉൾപ്പെടുത്തുന്ന ഒരു പേനയും കടലാസ് എടുത്ത് എഴുതി വെച്ചോളിട്ടോ, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളി. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.
യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖുലൂബനാ ഇലാ ത്വാഅതിക 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 യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖുലൂബനാ ഇലാ ത്വാഅതിക. അല്ലാഹുവേ, ഈ പ്രാർത്ഥനയുടെ ബറക്കത്ത് കൊണ്ട് ഇബാദത്ത് ചെയ്യാനുള്ള മടികളെ തൊട്ട് ഞങ്ങളെ കാക്കണം. ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ലാ. നിസ്കരിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാ. ഖുർആൻ ഓതാനുള്ള മനസ്സ് നൽകണേ അല്ലാ. ഞങ്ങളെ മക്കൾക്ക് നൽകണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാർക്ക് നൽകണേ അല്ലാ. കുടുംബക്കാർക്ക് നൽകണേ അല്ലാ. ആരാധനകളിലെ പോരായ്മകൾ പരിഹരിക്കണേ റബ്ബേ. നിസ്കാരം കളാക്കണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. ഈമാൻ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഇൻഷാ അല്ലാ, ഇനി നമ്മൾ ദുആ ചെയ്യാൻ പോകുന്നത് ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ, അതുപോലെ തന്നെ ആക്സിഡന്റ് പോലത്തെ അപകടങ്ങളൊക്കെ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? എത്ര അപകടങ്ങളാണ് ഒരു ദിവസം സംഭവിക്കുന്നത്. അതുപോലെ തന്നെ എത്ര ആത്മഹത്യകളാണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ദുരന്തങ്ങളാണ്, പ്രയാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ദുരന്തങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ, ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. اللهم ادفع بلياتنا يا دافع البليات 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 اللهم ادفع بلياتنا يا دافع البليات. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ ഈ പ്രാർത്ഥനയുടെ ബറക്കത്ത് കൊണ്ട് സർവ്വ ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണം റഹ്മാനെ. ഷർറുകളെ തൊട്ട് കാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെ എല്ലാവരെയും കാക്കണേ അല്ലാ. ഇൻഷാ അല്ലാ, ഇനി നമ്മളെ മുറാദ് ഹാസില. ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഹാജത്തുകളില്ല, എനിക്കുണ്ട് ഒരുപാട് ഹാജത്തുകൾ, എല്ലാവർക്കും ഉണ്ടാവും ഒരുപാട് മുറാദുകൾ ഹാസിലാവാൻ. ആ മുറാദുകൾ, ഹാജത്തുകൾ നിറവേറാൻ ഇൻഷാ അല്ലാ ഒരു പ്രാർത്ഥന, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന പ്രാർത്ഥന, സിമ്പിളായ പ്രാർത്ഥനയാണ് നമ്മളെ മജ്ലിസിൽ ചെല്ലുന്നത്. കടിച്ചാ പൊട്ടാത്ത പ്രാർത്ഥനകളും ദിക്റുകളൊന്നും നമ്മൾ ചെല്ലുന്നില്ല. നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുന്ന ദിക്റുകളും സലാത്തുകളും, അല്ലാത്ത ഒരുപാട് ദിക്റുകളും സലാത്തുകളുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുന്ന രൂപത്തിലുള്ള ദിക്റുകളും സലാത്തുകളും മാത്രമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. اللهم اقض حاجاتنا يا قاضي الحاجات 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 اللهم اقض حاجاتنا
يا قاضي الحاجات اللهم اقض حاجاتنا يا قاضي الحاجات اللهم اقض حاجاتنا يا قاضي الحاجات اللهم اقض حاجاتنا يا قاضي الحاجات اللهم اقض حاجاتنا يا قاضي الحاجات اللهم اقض حاجاتنا يا قاضي الحاجات اللهم اقض حاجاتنا يا قاضي الحاجات اللهم اقض حاجاتنا يا قاضي الحاجات അല്ലാഹുവേ ഈ പ്രാർത്ഥനയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഹാജത്തുകൾ നീ നിറവേറ്റി തരണേ റഹ്മാനെ. ഞങ്ങളെ സർവ്വ പ്രയാസങ്ങളും നീ അകറ്റി തരണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്കിനി അഫ്ളൽ ദിക്ർ ചൊല്ലാം. അത് ഒഴിവാക്കാൻ പറ്റൂലല്ലോ അഫ്ളൽ ദിക്ർ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 لا إله إلا الله 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 അല്ലാഹു സ്വീകരിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. ഈമാൻ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സ്വലാത്ത് ചൊല്ലാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു സലാത്തിന് 10 ഹസനത്താണെങ്കിൽ ഞങ്ങൾ ധാരാളം ധാരാളം സലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അല്ലാഹ് ഞങ്ങളെ സലാത്തുകൾ ഖബൂൽ ചെയ്യണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് അസ്തഗ്ഫിറുല്ലാഹ് പറയാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ
العليم أستغفر الله 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 العظيم الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമുറാഹിമായ പരമദയാലുവായ കരുണക്കടലായ രാജാവായ അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ അല്ലാഹ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാഹ് ഞങ്ങൾ ഈ മജ്ലിസിൽ ധാരാളം ദിക്റുകൾ ചൊല്ലി ധാരാളം പ്രാർത്ഥനകൾ പറഞ്ഞു ധാരാളം സലാത്തുകൾ ചൊല്ലി ധാരാളം ഇസ്തിഗ്ഫാറുകൾ നടത്തി ധാരാളം തഹ്ലീലുകൾ ചൊല്ലി കബൂൽ ചെയ്യണേ അല്ലാഹ് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ് നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ് ഞങ്ങളെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് സർവ്വ പ്രയാസങ്ങളും അകറ്റണേ അല്ലാഹ് ദുഃഖങ്ങൾ അകറ്റണേ അല്ലാഹ് പ്രയാസങ്ങൾ അകറ്റണേ അല്ലാഹ് സങ്കടങ്ങൾ അകറ്റണേ അല്ലാഹ് സമാധാനം നൽകണേ അല്ലാഹ് റാഹത്ത് നൽകണേ അല്ലാഹ് ബറക്കത്ത് നൽകണേ അല്ലാഹ് കാബല് നൽകണേ അല്ലാഹ് സംരക്ഷണം നൽകണേ അല്ലാഹ് നിന്റെ സഹായം നൽകണേ അല്ലാഹ് രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ് എത്രയാണ് രോഗികൾ മാരകമായ രോഗമാണ് പ്രഷറുള്ളവര് ഷുഗറുള്ളവര് കാലുവേദന ഊരവേദന തലവേദന കണ്ണുവേദന ഗർഭാശയത്തിൽ മുഴയുള്ള ആളുകള് പറച്ചവനെ ഓപ്പറേഷൻ പറഞ്ഞ ആളുകള് വേദന അനുഭവിക്കുന്ന ആളുകള് വൃക്കക്ക് അസുഖമുള്ള ആളുകള് അതുപോലെ തന്നെ കരളിന് അസുഖമുള്ള ആളുകള് പുറത്തു പറയാൻ മടിയുള്ള അസുഖമുള്ള ആളുകള് ശിഫ കൊടുക്കണേ അല്ലാ ആയിരാരോഗ്യം കൊടുക്കണേ അല്ലാ മാരകമായ രോഗങ്ങളുടെ വൈറസുകള് ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണേ റബ്ബേ എടുത്തു മാറ്റണേ അല്ലാ അതിന് ഈ മജ്ലിസ് കാരണമാക്കണേ അല്ലാ എത്രയാണ് ആളുകൾ കടം കൊണ്ട് പ്രയാസത്തിലാണ് ഞങ്ങളെ മജ്ലിസിൽ ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത് കടത്തിന്റെ പേര് പറഞ്ഞാണ് ഉസ്താദേ കടം കാരണം ആത്മഹത്യയുടെ വക്കിലെത്തിയിട്ടുണ്ട് കടം കാരണം നാട് വിടേണ്ട അവസ്ഥയിലാണ് വീട് ജപ്തിയിലേക്ക് എത്തിയിട്ടുണ്ട് ഉസ്താദേ ദിവസങ്ങളോളമായി ഉറങ്ങിയിട്ട് റബ്ബേ അവരെ കടങ്ങൾ വീട്ടി കൊടുക്കണേ അല്ലാ കടക്കാരായി മരിപ്പിക്കല്ല അല്ലാ കടക്കാരായി മരിപ്പിക്കല്ല അല്ലാ കടമുള്ളവർക്ക് കടം വീട്ടാനുള്ള വഴികൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ മറ്റുള്ളവരുടെ മുന്നിൽ പോയി കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ തലകുനിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ പടച്ചവനെ ഈ മജ്ലിസിന്റെ ഈ മാസത്തിന്റെ ഞങ്ങൾ ചൊല്ലിയ ദിക്റിന്റെ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ ദാരിദ്ര്യത്തിനെ തൊട്ട് കാക്കണേ റബ്ബേ പട്ടിണിയെ തൊട്ട് കാക്കണേ അല്ലാ കഷ്ടപ്പാടിനെ തൊട്ട് കാക്കണേ അല്ലാ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കല്ലാ തുടങ്ങിയവർക്ക് പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ലാ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ മക്കളുടെ പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണേ അല്ലാ നല്ല മാർക്ക് കൊടുക്കണേ അല്ലാ പഠിച്ച ജോലി കൊടുക്കണേ അല്ലാ ജോലിയില്ലാതെ ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട് അവർക്ക് നല്ല ജോലി കൊടുക്കല്ലാ മക്കൾക്ക് പഠിച്ച ജോലി കൊടുക്കല്ലാ ഭർത്താക്കന്മാർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ജോലി കൊടുക്കല്ലാ ഉപ്പമാർക്ക് അവർ അന്വേഷിക്കുന്ന ജോലി കൊടുക്കല്ലാ എത്രയോ ഭാര്യ ഭർത്താക്കന്മാര് ഭർത്താവിന്റെ ദുസ്വഭാവം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു ഭാര്യയുടെ ദുസ്വഭാവം പറഞ്ഞുകൊണ്ട് വസിയത്ത് ചെയ്യുന്നുണ്ട് അല്ലാ നല്ല മനസ്സ് കൊടുക്കണേ അല്ലാ നല്ല ദാമ്പത്യ ജീവിതം നൽകണേ അല്ലാ നല്ല സ്വഭാവം കൊടുക്കണേ അല്ലാ മക്കളെ സ്വഭാവം നന്നാക്കണേ റഹ്മാനെ ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാ ഉസ്താദേ മക്കള് കള്ളു കുടിക്കുകയാണ് കഞ്ചാവാണ് ആൻസാണ് ഇങ്ങനെ മയക്കുമരുന്നിന്റെ അടിമകളാണ് എത്ര വിഷമമുണ്ടാകുക ഉമ്മമാർക്കല്ലറിയോ 10 മാസം ഗർഭം ചുമന്ന് കഷ്ടപ്പെട്ടപ്പോ ഉമ്മ വിചാരിച്ചിട്ടുണ്ടാകും എന്റെ മകനെ ഡോക്ടറാക്കണം എന്റെ മകനെ ആലിമാക്കണം എന്റെ മകനെ പണ്ഡിതനാക്കണം എന്റെ മകനെ എഞ്ചിനീയർ ആക്കണം എന്റെ മകനെ ടീച്ചറാക്കണം എന്നുള്ള എന്തെല്ലാം സ്വപ്നങ്ങളാണ്
ആ സ്വപ്നങ്ങളൊക്കെ ഇല്ലാതെയാക്കിക്കൊണ്ട് മക്കള് കള്ളിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോകുമ്പോ ആ ഉപ്പയുടെ വിഷമം എത്രയാണ് റബ്ബേ. ആ ഉമ്മമാരുടെ മക്കൾക്ക് നല്ല സ്വഭാവം കൊടുക്കണേ റഹ്മാനെ, നല്ല മനസ്സ് കൊടുക്കല്ലാ, ഈമാനുള്ള സ്നേഹമുള്ള മക്കളാക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾക്ക് ദുനിയാവിൽ ഉപകാരപ്പെടുന്ന ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന മക്കളാക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് ദുനിയാവിൽ നേടിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഞങ്ങളെ മക്കളിലൂടെ കാണാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. മക്കള് കാരണം ഞങ്ങളെയും അവരുടെയും അഭിമാനം നഷ്ടപ്പെടുത്തല്ല അല്ലാഹ്. സിഹിർ കണ്ണേറുകളെ തൊട്ടുകാക്കണേ അല്ലാ. സിഹിർ കണ്ണേറുകളെ പൈശാചികമായ ശർറുകളെ തൊട്ടുകാക്കണേ അല്ലാ. മുത്തുനബിയുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാ. മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ ഇബാദത്തുകൾ കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളെ തൗബ സ്വീകരിക്കണേ അല്ലാ. പാപങ്ങൾ പുറത്തരണേ അല്ലാ. മടിയെ തൊട്ടുകാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളും ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കള്, ഞങ്ങളെ ഭാര്യമക്കളുണ്ട്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ജ്യേഷ്ഠനിയന്മാര്, അനിയത്തിമാര്, ജ്യേഷ്ഠത്തിമാര്, അനിയത്തിമാര്, അവരെ കുടുംബങ്ങൾ റബ്ബേ. ഞങ്ങൾക്ക് ഭക്ഷണം തന്ന പാവപ്പെട്ട രക്ഷിതാക്കളുണ്ട്, കുടുംബക്കാരുണ്ട്, ഞങ്ങളെ വല്ലുപ്പ വല്ലുമ്മമാര്, അയൽവാസികള്, കൂട്ടുകാര്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകള്, എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവ്വത്തും റാഹത്തും ഈമാനും തഖ്വയും നൽകണേ അല്ലാ. നരകമോചനം നൽകണേ അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ അല്ലാ. ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ അല്ലാ. ഈമാൻ നൽകണേ അല്ലാ. സ്വർഗം നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയ പാവപ്പെട്ട മാതാപിതാക്കളുണ്ട്, അവരെ കൽബ് ശുദ്ധിയാക്കണേ അല്ലാ. അവരെ ഖബർ റാഹത്തിലാക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും സ്വർഗം നൽകണേ അല്ലാ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങളെ ഉദ്ദേശങ്ങൾ നിറവേറ്റണേ അല്ലാ. ആരൊക്കെ ഈ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്നുണ്ടോ അവരെ നീ കാക്കണേ അല്ലാ. പ്രത്യേക പ്രൊട്ടക്ഷൻ നൽകണേ റഹ്മാനെ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാ. കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. സാമ്പത്തികമായ ഹല്ല് നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാ. നരകത്തിനെ തൊട്ട് കാക്കണേ റബ്ബേ. നരകമോചനം നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ റഹം ഉമ്മത സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മഗ്ഫിർ ലി ഉമ്മതി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനാ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ ബിഫളിലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസ് അവസാനിച്ചു. ഇനി ഉച്ചക്ക് 1 മണിക്ക് നല്ല നല്ല വിഷയങ്ങൾ ഉണ്ടാകും. അതെല്ലാവരും കാണുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.